സമ്മറിലാണെങ്കിൽ ഒടുക്കത്തെ ചൂടുകൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഇപ്പോൾ വിൻ്ററിൽ നോക്കുവാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം കൊണ്ട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ചെന്നൈയിൽ. ചുരുക്കി പറഞ്ഞാൽ അവിടെ ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെയുള്ള എല്ലാ വീടുകളിലും കൊതുകിനെ തുരത്താൻ വേണ്ടിയിട്ട് ജനലിനും വാതിലിനും എക്സോസ്റ്റിംഗ് ഫാനിൻ്റെ അകത്തും ഈവൻ എയർ ഹോളിൻ്റെ ഫ്രണ്ടിൽ വരെ നെറ്റിട്ട് അടച്ചിട്ടുണ്ടെങ്കിലും എവിടുന്നാന്നറിയില്ല ഈ പണ്ടാരങ്ങൾ ഒരു സമയമാകുമ്പോൾ കയറി വരും. 2 ദിവസമായിട്ട് ഇവിടെ കൊതുകിൻ്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. ഇതിലൂടെ ആ കൊതുക് കയറുന്നതെന്ന് അറിയാൻ പറ്റായിട്ട് ഞങ്ങൾ വിചാരിച്ചു ഏതായാലും ആമസോണിൽ നിന്ന് ഒരു നെറ്റ് ഓർഡർ ചെയ്യാമെന്ന്. അങ്ങനെ ഓർഡർ ചെയ്ത നെറ്റാണ് ഇത്. പക്ഷേ നെറ്റ് ഓർഡർ ചെയ്തെന്ന് രാത്രി തന്നെ നമ്മൾ കൊതുക് കയറി വരുന്ന സ്ഥലം കണ്ടുപിടിച്ചു ഗൈസ്. അടുക്കളയിലെ എക്സോസ്റ്റിംഗ് ഫാനിൻ്റെ ഫ്രണ്ടിലുള്ള നെറ്റ് കീറിയിട്ടുണ്ടായിരുന്നു. അതിലൂടെയായിരുന്നു ഇവരെല്ലാവരും അകത്തേക്ക് കയറി വന്നുകൊണ്ടിരുന്നത്. അത് ഞങ്ങൾ നൈസായിട്ട് അങ്ങ് അടച്ചു. അതോടുകൂടി കൊതുകിൻ്റെ വരവ് നിന്നു. എന്തായാലും ഓർഡർ ചെയ്ത നെറ്റ് ഞങ്ങൾ റിട്ടേൺ ചെയ്തില്ല. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു ക്യൂട്ടായിരുന്നു, ഒരു ടെൻറ്റ് പോലെ ഉണ്ട് കാണാൻ. അതുകൊണ്ട് ഞങ്ങൾ ബെഡിൽ ഫിക്സ് ചെയ്തിട്ട് നോക്കുമ്പോൾ നല്ല ഭംഗി കാണാൻ. ആദൂസിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ടെൻറ്റിൻ്റെ അകത്തേക്ക് കയറി കുറേ സമയം അതിനകത്തൊക്കെ ഇരുന്നു. ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, പ്രൈസിന് വേർത്താണ്. പ്രൈസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ മുകളിൽ കൊടുത്തേക്കാം. പിന്നെ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടും ഞാൻ വഴിയെ കാണിച്ചു തരാം. ആദൂസിനെ ഏതായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാ കണ്ടോ, ആശാന്മാർ ഓരോന്നായിട്ട് പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും നെറ്റിൻ്റെ അപ്പുറത്ത് ഫ്രീസ് ആയ പോലെ നിൽക്കുന്നുണ്ട്. ഏതായാലും ഇതാണ് നൈറ്റിലെ വ്യൂ. ആദ്യം 2 ദിവസം കൊണ്ട് അടിച്ച് പൊളിച്ചിട്ടില്ലെങ്കിൽ എല്ലാ ദിവസവും ഇത് കാണാം. അപ്പോൾ ഇതാ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.